സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയുടെ ആഗ്രഹപ്രകാരം രാധികയും കുട്ടി ശ്യാമ ഒരു ആശ്രമത്തിലേക്ക് എത്തുവാണ്ടോ. ശ്യാമേനെ രാധികനെ ഫോളോ ചെയ്തു വന്ന വരുണും ആശ്രമത്തിലെത്തുന്നുണ്ട്. ഈ സമയം ശ്യാമ രാധികയും കുട്ടി ആശ്രമത്തിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ആ ഒരു പൂജാരി ഉണ്ടല്ലോ, അയാളുടെ അരികിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെ മറ്റു കാര്യങ്ങളൊക്കെ രാധികയോടും ശ്യാമയോടും പറയുന്ന പൂജാരിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം അവരിരിക്കുന്ന ആ റൂമിൻ്റെ സൈഡിലുള്ള ജനലിൽ കൂടി വരുണും എത്തി നോക്കുന്നുണ്ട്. പറയുന്നതൊന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇതെല്ലാം കാണുമ്പോൾ വരുൺ വല്ലാതെ ടെൻഷനാകുവാണ്. രാധികയെ എല്ലാം ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് പോകാൻ പോകുവാണോ എന്ന് വരുൺ പേടിച്ചു പോകുവാണ്ടോ. രാധികയാണെങ്കിൽ പൂജാരി പറയുന്ന കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ച് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പൂജാരിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്യാമക്ക് വല്ലാത്തൊരു സങ്കടമാകുവാണ്. ഇനി രാധിക മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം വിട്ട് പൂർണ്ണമായും സന്യാസ ജീവിതത്തിലേക്ക് പോകുമെന്നുള്ള ടെൻഷൻ ശ്യാമയുടെ മനസ്സിലുണ്ട് കേട്ടോ. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അവിടെ തന്നെ നിന്ന് മുത്തശ്ശിനെ ഫോണിൽ വിളിക്കുന്ന വരുണിനെയാണ് കേട്ടോ. അങ്ങനെ വരുൺ ഫിദേ ശ്യാമയും കൂടി എത്തിയിരിക്കുന്നത് ഒരാശ്രമത്തിലേക്കാന്ന് പറയുവാണ്. അയാൾ ഇനി സന്യാസിനിയാകാനുള്ള വല്ല തീരുമാനം എടുത്തോന്ന് പോലും എനിക്കറിയില്ല മുത്തശ്ശി. അതേക്കും മുത്തശ്ശി ഞെട്ടുക, സന്യാസിനിയാവാനോ? അതൊരിക്കലും സമ്മതിക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ. എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല മുത്തശ്ശി. ആ ഫിദാമാഡാണ് അയാളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.